ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇത് പത്തനംതിട്ടയിലെ ഒരു പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ. പള്ളിയുടെ കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമുക്ക് വ്ളോഗാണല്ലോ കുറവ്, അപ്പം ഞങ്ങളുടെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് അങ്ങനെ എടുത്ത വ്ളോഗാണിത്. പള്ളീനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്രാവശ്യം ചെറിയ ചെറിയ വെറൈറ്റികളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ലൈറ്റ് സെറ്റിങ്ങൊക്കെ വലിയ കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ പള്ളീനെയും പള്ളിയിലെ ആൾക്കാരെയും പറ്റി പറയാനാണെങ്കിൽ സത്യം പറയാമല്ലോ, ഞാൻ ഈ പള്ളിയിൽ നേരത്തെ ഓരോ ഡാൻസിനും ഓരോ പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇവരങ്ങോട്ട് എന്താ പറയുക, നമ്മളൊരു മൈൻഡില്ലാണ്ടായി. കണ്ടാൽ പോലും ഒന്ന് എന്താ പറയുക, ഒരു ചിരിച്ച് കാണിക്കുക പോലും ഇല്ലാണ്ടായി. അതോടെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നമ്മളോട് ഭയങ്കര ഇതായിരിക്കും ഇവർക്ക്. അത് കഴിയുമ്പോഴത്തേന് ഇവർ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ പരിപാടിക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അന്ന് ആ ഡാൻസിനും കാര്യങ്ങൾക്കും ഒന്നും പങ്കെടുക്കണ്ടായിരുന്നു എന്ന്. പിന്നെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പണ്ട് ഞാനിവിടെ ഓരോ പ്രാർത്ഥന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴും അതിനൊക്കെ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എപ്പോഴൊന്നും അല്ല, ഇടയ്ക്കൊക്കെ. പിന്നെ പള്ളിയിലാണെങ്കിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രിയേറ്റിവിറ്റി ആയിരുന്നു, എന്താ പറയുക, വെറൈറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സാധനം മേടിച്ചു. എൻ്റെ പൊന്നോ, ലോകത്തില്ലാത്ത വിലയായിരുന്നു. എനിക്ക് ചെറുതായിട്ട് തൊണ്ടയടപ്പുണ്ട് കേട്ടോ, അതാട്ടോ ശബ്ദം ഒരുമാതിരി ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. പിന്നെ ഞാൻ കോൺടോപ്പാട്ടോ മേടിച്ചത്. പിന്നെ മണിക്കൂർ നേരത്തെ പോസ്റ്റിന് ശേഷം റാസ വന്നു. പിന്നെ ഞങ്ങൾ റാസ കാണാൻ വേണ്ടിയിട്ട് പോയി. പരിപാടികളൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാലാ ജൂബിലിയുടെ അത്രയൊന്നും എനിക്കിഷ്ടമായില്ല. കാരണം ഇവരുടെ ആ ഒരു വൈബിലുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പാലാ ജൂബിലി എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. ഇത് ഇവിടുത്തെ ആൾക്കാരും നാട്ടുകാരും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ചെറിയൊരു പെരുന്നാൾ. എൻ്റെ ബഡ്ജറ്റിട്ടുണ്ടോ കഴിഞ്ഞ വർഷത്തെ പിന്നെ ഞങ്ങൾ കുലുക്ക് സർവത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെളിയിലോട്ട് ഇറക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ് ചെയ്യാൻ മറക്കരുത്.